ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൊഴിലുറപ്പിൻ്റെ വീഡിയോസാണ് നമ്മൾ ചെയ്യാറുള്ളത്. തൊഴിലുറപ്പിനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു. അപ്പോൾ VBG രാംജി എന്ന പദ്ധതി എപ്പോഴാണ് നടപ്പിലാക്കുക എന്നുള്ള കാര്യം നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഒഫീഷ്യലായിട്ട് അതിൻ്റെ ഓർഡറും കാര്യങ്ങളും ഗസറ്റഡ് ഇറങ്ങിയിട്ടുണ്ട്. അത് ജൂലൈ 1 മുതലാണ് ഇപ്പം VBG രാംജി എന്ന പദ്ധതി നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ വരുന്നത്. അപ്പോൾ അത് മറ്റേ ഓർഡർ ആക്കുന്നത് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു 6 മാസം കൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇത് പ്രാബല്യത്തിൽ വരിക എന്നുള്ള കാര്യം. ഇപ്പോൾ നിലവിൽ ജൂലൈ 1 മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാബല്യത്തിൽ വരും. പല സംസ്ഥാനങ്ങളും കേസുമായിട്ട് പോയിട്ടുണ്ട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ എന്തായാലും ഇത് ഗസറ്റഡ് ആയതുകൊണ്ട് തന്നെ നിലവിൽ പ്രാബല്യത്തിൽ വരാനാണ് സാധ്യതയുള്ളത്. അപ്പം നിങ്ങൾക്ക് 100 തൊഴിൽ ദിനം എന്നുള്ള 125 തൊഴിൽ ദിനമായി മാറും. പിന്നെ തൊഴിൽ വേതനത്തിൻ്റെ കാര്യത്തിലും പുതിയ പദ്ധതിയിൽ മാറ്റം വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നിലവിൽ എല്ലാ വർഷത്തിലും നിങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം മാത്രം ഏപ്രിൽ 1 വേതനം വർദ്ധിപ്പിച്ചതായി കാണുന്നില്ല. അപ്പോൾ VBG രാംജി പദ്ധതി വരുന്നത് കൊണ്ട് തന്നെ ആ പദ്ധതി കേന്ദ്രം പുതുതായിട്ട് ഇറക്കുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ പേഴ്സൻറ്റേജും അതിൽ വേതനം കൂടി വർദ്ധിപ്പിച്ചാൽ അതൊരു കേന്ദ്രത്തിൻ്റെ എന്താ പറയുക എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ ആ സമയത്ത് കൂലി വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യമായിരുന്നു അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കൂലി വർദ്ധിപ്പിക്കുക എന്നാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. എത്ര രൂപയാണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. നിലവിൽ പുതിയ പദ്ധതി ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. അതിനോടടുത്ത് തന്നെ മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡറുകളും മറ്റും വരും. അപ്പോൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ എന്താ പറയുക വർക്കും എന്താ പറയുക 2 മാസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഇപ്പോൾ പലരും വേറൊരു കാര്യം നമ്മളോട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പുതിയ എസ്റ്റിമേറ്റ് ഒന്നും അനുമതി കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയൊക്കെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പദ്ധതിയൊക്കെ നിലവിൽ നിർത്തലാക്കേണ്ടി വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് മാത്രമാണ് പുതിയ വർക്കിനൊന്നുള്ള അനുമതി കിട്ടാത്തത്. അതായത് പുതിയ പ്രവൃത്തികൾക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കിട്ടാത്തത്. അപ്പോൾ അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ തീർപ്പാക്കുന്ന പ്രവൃത്തികൾക്ക് മാത്രമാണ് അനുമതി നൽകുന്നത്. അപ്പോൾ തൊഴിലാളികൾ കൂടുതലുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ 1 മാസം കൊണ്ടോ 1.5 മാസം കൊണ്ടോ തീർക്കുന്നത് മാത്രമായിരിക്കും അനുമതി നൽകുക എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് ഈ ചാനലിലൂടെ ചെയ്യുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ NMS ആപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നേരിടുന്നുണ്ടെങ്കിൽ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾ മാത്രം നമ്മളോട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതൊരു പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.